വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു, ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഘട്ടത്തിൽ മാത്രമായി എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. സർ, ഇവിടെ നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നില കൃത്യമായി തന്നെ പാലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? അതും നാം ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. സർ, എന്തിനാണ് അത് നിർത്തിവെച്ചത്? അമേരിക്കക്ക് ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്ക് 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചിരുന്നു. അതുപോലും അമേരിക്കയുടെ താൽപ്പര്യത്തിന് വേണ്ടി ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെൻറ് സ്വീകരിച്ചത്. സർ, നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ആകെ വിലവർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും രാസവളം മുതൽ കൃഷി, യാത്ര, ചരക്ക് ഗതാഗതം, അങ്ങനെ എല്ലാ മേഖലകളിലും രൂക്ഷമായ വിലവർദ്ധനവുണ്ടായിരിക്കുന്നു. വൻതോതിലുള്ള പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ സമ്മതിക്കുന്നുണ്ട്. സർ, ഇവിടെ ഓർക്കേണ്ട കാര്യം, 2004 പെട്രോളിൻ്റെ വില 33 രൂപ 71 പൈസയായിരുന്നു. 2017 ആയപ്പോൾ 72 രൂപ 26 പൈസയായി. ഇപ്പോഴോ 115 രൂപ 49 പൈസ. ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്താൻ
തയ്യാറാകണ്ടേ? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാവണ്ടേ? ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാകണ്ടേ? സർ, നമ്മുടെ പല സംസ്ഥാനങ്ങളിലും LPGക്കുള്ള മൊത്തം വിലയിൽ 57% നികുതി ഇനത്തിലുള്ളതാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെസ് ഉണ്ട്. അതുപയോഗിച്ച് കേന്ദ്രത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നടപ്പാക്കാനാവില്ലേ? അതിനും തയ്യാറാകാത്ത അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധനയുണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. ഇവിടെ 30.8% നികുതിയും ലിറ്ററിന് 1 രൂപ എന്ന രീതിയിൽ എഡീഷണൽ സെയിൽസ് ടാക്സും 1% സെസ്സും ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പെട്രോളിന് ചുമത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.